ഹായ് ഹലോ ഇറ്റ്സ് മീ ലിനൂസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, പാലസ്തീനിലെ ബേത്ലഹേമിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ചർച്ച് ഓഫ് നേറ്റിവിറ്റി കണ്ടതിന് ശേഷം ഇനി ഞങ്ങൾ പോകുന്നത് ഇൻ്റർനാഷണൽ നേറ്റിവിറ്റി മ്യൂസിയം കാണാനായിട്ടാണ്. ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ നിന്ന് കുറച്ച് മിനിറ്റ് നടന്നാൽ സലോഷ്യൻ കോൺവെൻറ്റിൻ്റെ പരിസരത്താണ് ഇൻ്റർനാഷണൽ നേറ്റിവിറ്റി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ബേത്ലഹേം പാലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് ഭാഗത്താണ്. ഇസ്രയേലിൻ്റെ ഒരു ലുക്കേ അല്ല ഇവിടെ, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് പാലസ്തീനിലെ ടാക്സികളാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ നടന്നു പോകുന്ന സ്ട്രീറ്റിന് സ്റ്റാർ സ്ട്രീറ്റ് എന്നാണ് പറയപ്പെടുന്നത്. $10 ഷെക്കലാണ് ഇതിൻ്റെ എൻട്രിങ് ചാർജ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200-ലധികം ക്രീബുകളുടെ ശേഖരമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും വ്യത്യസ്ത സ്ഥലങ്ങളിലും വൈവിധ്യമാർന്ന സാംസ്കാരികതയും കലാപരവുമായ വീക്ഷണങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ ജന്മത്തെ പ്രതിനിധീകരിക്കുന്ന ക്രീബുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിനുള്ളിലെല്ലാം വളരെ പ്രകാശം കുറഞ്ഞ ഡിം ലൈറ്റുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് കുറവായതിനാലും നമുക്ക് വീഡിയോ പിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുത്ത് കുറച്ച് ഫോട്ടോസുകൾ ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനുശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 50-ലധികം രാജ്യങ്ങൾ സംഭാവന ചെയ്ത 200-ലധികം ക്രൂബുകൾ ഈ മ്യൂസിയത്തിലുണ്ട്. ഇൻ്റർനാഷണൽ നേറ്റിവിറ്റി മ്യൂസിയം കണ്ടതിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. ചർച്ച് ഓഫ് ഷെപ്പേർഡ് ഫീൽഡ് എന്നാണ് ഈ ചർച്ചിൻ്റെ പേര്. ആട്ടിടയന്മാർക്ക് സന്ദേശം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണിത്. അവിടെ വെച്ച് മറ്റൊരു യൂട്യൂബറെ പരിചയപ്പെടാൻ സാധിച്ചു. അദ്ദേഹത്തിലൂടെ കുറേ വീഡിയോസിൻ്റെ ക്ലാരിറ്റിയെക്കുറിച്ചും വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കെ തന്നെ കുറേ ഫോറിനേഴ്സ് അവിടെ വരികയും ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഇന്ത്യക്കാരാണോ, ഇന്ത്യ വളരെ മനോഹരമായ സ്ഥലമാണ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, ലൈവായിട്ട് റെക്കോർഡ് ചെയ്തൂടെ എന്ന്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ കൂടുതലും ട്രിപ്പ് പോകുന്നത് ഒറ്റയ്ക്കല്ല, മീൻസ് നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ, പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പല സ്ഥലത്തുനിന്ന് വന്നവർ, പല ക്യാരക്ടറുള്ള ആൾക്കാരുണ്ടാവും. അവരുടേതായ പല രീതിയിലുള്ള സംസാര ശൈലികളായിരിക്കും. സോ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അവരുടെ പ്രൈവസി അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആട്ടിടയന്മാരുടെ പേരിലുള്ള പള്ളിയാണ് ചർച്ച് ഓഫ് ഷെപ്പേർഡ് ഫീൽഡ്. നമുക്കതിനുള്ളിലേക്കൊന്ന് കടക്കാം. 1953 അന്റോണിയോ ബെർസലായി എന്ന ഇറ്റാലിയൻ ആർക്കിടെക്റ്റാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആട്ടിടയന്മാർക്ക് മാലാഖയിൽ നിന്ന് യേശു ജനിച്ചു എന്ന സന്ദേശം ലഭിക്കുകയും ഇവിടെ നിന്നാണ് അവർ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് പുറപ്പെടുന്നത്. ഈ സ്ഥലം ആട്ടിടയന്മാരുടെ ഒരു വാസസ്ഥലമായിരുന്നു. പണ്ട് കാലത്ത് പകൽ മുഴുവൻ ആടുകളെ മേയിച്ചിട്ട് രാത്രി ഗുഹകളെ അഭയം പ്രാപിക്കും. അതായിരുന്നു അവരുടെ രീതി. ഗുഹയുടെ ആകൃതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല പെയിൻറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ പള്ളിക്കുള്ളിൽ എനിക്ക് ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നിയൊരു കാര്യം കാണിച്ചു തരാമേ. ഒന്ന് മുകളിലേക്ക് നോക്കി.
എന്ത് ഭംഗിയാണല്ലേ! ആർക്കിടെക്റ്റ് എന്ത് ഭംഗിയായിട്ടാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാലാഖമാർ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന രീതിയിൽ അല്ലേ? അവിടെ ലാറ്റിൻ ഭാഷയിൽ ഒരു വചനമാണ് എഴുതിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ഈ പള്ളിയുടെ പുറകുവശത്തായിട്ടാണ് ആട്ടിടയന്മാർ താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഗുഹയുണ്ടായിരുന്നത്. ഈ കാണുന്നതൊക്കെ സത്യമാണോ, എക്സാക്റ്റ്ലി ഇവിടെ തന്നെയാണോ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു മറുപടിയില്ല. കാരണം റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ രാജാവിൻ്റെ അമ്മ ഹെലേനയ്ക്ക് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടാകുകയും അത് മുഖാന്തരം പണിത പള്ളികളാണ് ഇവിടെ കാണുന്ന ഭൂരിഭാഗം പള്ളികളും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും: എൻ്റെ യേശു ജനിച്ച് ജീവിച്ച് മരിച്ച മണ്ണാണിത്. അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണാണിതെന്ന് രേഖാപൂർവം തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബേത്ലഹേം തന്നിൽ വന്നു. രാജാതിരാജൻ്റെ പൊൻതിരുമേനി, രാജാധിരാജൻ്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു. ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ആട്ടിടയന്മാർ ആടിനെ മേയിച്ച സ്ഥലങ്ങളും അവർ താമസിച്ച ഗുഹകളൊക്കെ ഇവിടെയായിരുന്നു എന്ന് പറയപ്പെടുന്നു. നമ്മളിപ്പോൾ ഈ കയറി ചെല്ലുന്ന ഈ ഗുഹയിൽ വെച്ചിട്ടാണ് ആട്ടിടയന്മാർക്ക് മാലാഖയിൽ നിന്ന് ആ സന്ദേശം ലഭിക്കുന്നതും അവരതിനെ തുടർന്ന് യേശുവിനെ കാണാനായിട്ട് പുറപ്പെടുന്നതും. ഇതിനുള്ളിലും നല്ല നിശബ്ദതയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് സമയങ്ങളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകൾ ഇവിടെ നടക്കാറുണ്ട്. ഈ ഗുഹയ്ക്കുള്ളിലേക്ക് അടക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് മുകളിലായിട്ട് കരി പുരണ്ടതുപോലെ കാണാൻ സാധിക്കും. അത് അന്നത്തെ കാലത്ത് ആട്ടിടയന്മാർ തീ കാഞ്ഞതിൻ്റെ കരിപ്പാടുകളാണെന്ന് പറയപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ ആട്ടിടയന്മാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരുപാട് സാധനങ്ങളുടെ അവശിഷ്ട ഭാഗങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിലിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായ നക്ഷത്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു നക്ഷത്രം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് ചെയ്തിരിക്കാനാണ് സാധ്യത. ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ബൈസെൻറ്റൈൻ ചർച്ച് ആൻഡ് മൊണാസ്ട്രി ആണ്. ബൈസെൻറ്റൈൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചർച്ചിൻ്റെ അവശിഷ്ട ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോഴും ഇവിടെ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
കേറിപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങൾ മടങ്ങുകയാണ്. എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായും കാണണം. അതുവരേക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.